സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 7. എമ്മാനുവലച്ചൻ്റെ മരണത്തോടെ ഓർഫനേജിൻ്റെയും മറ്റും പൂർണ്ണ ഉത്തരവാദിത്വം എടത്തിലച്ചൻ്റെ ചുമലിലായി. ജോലികളുടെ ജാസ്തി. ഒന്നിലും ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. ഓരോ തവണ വിമലയെ കാണുമ്പോഴും എടത്തിലച്ചന് ഉൾക്കിടിലമാണ്. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അവളെ സമാശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. കുട്ടികളെ കാണാതായതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചനവുമില്ല. അച്ഛൻ വിമലയെ കണ്ണടിക്ക് മുകളിലൂടെ നോക്കി. അനിഷ്ടത്താൽ അച്ഛൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തില്ലേ? കഴിഞ്ഞ 10 ദിവസമായി ഞാൻ ഊണും ഉറക്കവുമില്ലാതെ ഈ കേസിൻ്റെ പിറകെ നടക്കുകയാണ്. വിമല ഇങ്ങനെ കൂടെ കൂടെ വന്ന് എന്നെ ശല്യം ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഞാനൊരു വൈദികനാണ്. ഭാരിച്ച ജോലികളുണ്ട് എനിക്ക്. ഈ സ്ഥാപനം വല്ലയിടത്തും ഇട്ടെറിഞ്ഞിട്ട് കാണാതായ 3 കുട്ടികളെ തേടി ജീവിതകാലം മുഴുവൻ നടക്കാനൊക്കുമോ എനിക്ക്? വിമല സാരിത്തുമ്പുകൊണ്ട് കണ്ണുകളൊപ്പി അച്ഛനെ ദൈന്യതയോടെ നോക്കി. വിമല ഒന്നും മനസ്സിലാക്കണം. കളിമണ്ണ് കൊണ്ട് 3 കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് ഊതി ജീവൻ വെപ്പിച്ചു തരാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാനവരെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഞാനവരെ ആർക്കും വിറ്റിട്ടില്ല. അവരെവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം വിമലയ്ക്കും അറിയാവുന്നതല്ലേ? അച്ഛനോടല്ലാതെ ഞാൻ ആരോട് ചോദിക്കും? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെയല്ലേ ഏൽപ്പിച്ചിട്ട് പോയത്? എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ അവരെ നഷ്ടപ്പെട്ടത്. വിമല വിങ്ങിപ്പൊട്ടി. എൻ്റെ കുറ്റം കൊണ്ടാണ്, സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞു. നീ ആ കുട്ടികളെയും കൂട്ടി ഇവിടെ കയറി വന്നപ്പോൾ തല ചായ്ക്കാൻ ഒരിടം തന്നില്ല. കുട്ടികളെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചില്ലേ? എൻ്റെ കുറ്റം തന്നെ. എൻ്റെ മക്കളെ കാണാതായതിൽ അച്ഛൻ ഒരു ഉത്തരവാദിത്വവുമില്ലേ? അച്ഛൻ കൈ കഴുകുകയാണോ? ഞാൻ എവിടെ ചെന്ന് ചോദിക്കണം? പോലീസ് സ്റ്റേഷനിൽ. അവരാണ് കേസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല വിമലയുടെ ബന്ധു തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത്. അയാളുടെ സംരക്ഷണയിലാണ് കുട്ടികൾ വളർന്നതെന്ന് വിമല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിമലയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആ മനുഷ്യൻ എന്നോടും മക്കളോടും ചെയ്ത ദ്രോഹങ്ങൾ മുഴുവൻ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും അച്ഛൻ എന്തിന് അയാളെ ഈ വളപ്പിനുള്ളിൽ കയറ്റി? എന്തിന് കുട്ടികളെ കാണാൻ അയാളെ അനുവദിച്ചു? എന്തിനെൻ്റെ കുട്ടികളെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു? ആ തണുപ്പിലും അച്ഛൻ നിന്ന് വിയർത്തു. മാനസാന്തരത്തിന് ദാഹിക്കുന്ന ഒരാത്മാവിനെ തടഞ്ഞു നിർത്താൻ ഒരു വൈദികനും കഴിയില്ല. അയാൾക്ക് നിന്നോട് ക്ഷമ പറയണമായിരുന്നു. ഞാനത് അനുവദിച്ചു. നിങ്ങൾ തമ്മിൽ സന്ധിയാവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. സന്ധിയോ? എന്ത് സന്ധി? അയാൾ എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ വാചകം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇവിടെ വന്ന് എന്നെ മക്കളെ ഉപദ്രവിക്കല്ലേന്ന്. അതാണോ സന്ധി? അയാളുമായി ഒത്തുപോകാൻ താല്പര്യമില്ലെന്ന് 100 വട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? ചാട്ടുളി പോലെ ഓരോ വാക്കും അച്ഛൻ്റെ ഉള്ളിൽ തറഞ്ഞു കയറി. മറുപടിയില്ലാതെ അവളെ തന്നെ തറച്ചു നോക്കിക്കൊണ്ട് അച്ഛൻ 2 നിമിഷം നിന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചു പോയി. അച്ഛൻ ജനലരികിൽ വരെ നടന്നു ചെന്നിട്ട് വിമലയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു. ഇനി വിമല ഇവിടെ തങ്ങുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. വിമലയ്ക്ക് താമസിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെയില്ല. ഒരഗതി മന്ദിരം ഉള്ളത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇടവകക്കാർ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് വിമല ഇവിടെ നിന്ന് പോകണം. മാത്രമല്ല നഗരത്തിൽ വിമലയ്ക്കൊരു ജോലിയുള്ളത് നഷ്ടപ്പെടാതെ നോക്കണ്ടേ? ഞാൻ ഇവിടുന്ന് പോകാനോ? എങ്ങോട്ട്? എന്നെ ഇറക്കി വിട്ടിട്ട് അച്ഛനിവിടെ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് പോവുമോ? വിമലയുടെ ഒച്ചയടഞ്ഞു. എനിക്ക് എന്തിനാ ജോലി? എൻ്റെ മക്കളില്ലാതെ എനിക്ക് എന്തിനാ ജീവിതം? ഇവിടെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചത്. എനിക്ക് അവരെ അവരെ തിരിച്ചു കിട്ടാതെ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും പോണില്ല. അച്ഛനെന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. അച്ഛൻ്റെ ഈ മുറിക്ക് മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. സത്യം. വിമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. എടത്തിലച്ഛൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. രാത്രി വന്നു. മഴച്ചാറ്റൽ അപ്പോഴും നിലച്ചിരുന്നില്ല. ഇടയ്ക്കിടെ ദുർബലമായ മിന്നൽ പിണരുകളും വിദൂരമായ ഇടിനാദങ്ങളും ഉണ്ടായിരുന്നു. വിമലയുടെ പ്രതീക്ഷ അത്രയും അസ്തമിച്ചിരുന്നു. ഉറക്കം വരാതെ ജനലഴികളിൽ പിടിച്ച് ഇരുട്ടിലൊരു പെൺകിടാവിനെ പോലെ അദൃശ്യയായി നിന്ന് തേങ്ങുന്ന മഴച്ചാറ്റലിലേക്ക് കണ്ണും നട്ട് നിൽക്കെ അവളുടെ മനസ്സിൽ 2 ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ചിരിക്കണോ അതോ മരിക്കണോ? കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് എന്തിനു ജീവിക്കുന്നു? ആർക്കു വേണ്ടി? ഓരോ നിമിഷവും കരളുരുകിക്കൊണ്ട്, ഓരോ നിമിഷവും ഹൃദയം അലമുറയിട്ട് കരഞ്ഞുകൊണ്ട്, ഓരോ നിമിഷവും തലച്ചോറിൽ തീച്ചുളകൾ കത്തിയെരിഞ്ഞുകൊണ്ട്. അതിനേക്കാൾ മരണം എത്ര ഭേദം. ഏതാനും നിമിഷങ്ങളേ വേണ്ടൂ.
മക്കളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ടാത്ത ഒരു ലോകത്തേക്ക്, അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് പോലും വീഴിക്കേണ്ടാത്ത ലോകത്തേക്ക്, അനന്തവിസ്മൃതിയുടെ അഗാധതയിലേക്ക് തനിച്ച് യാത്രയാകാം. മരണപ്പിടച്ചിലും വേദനയും നിമിഷങ്ങൾ കൊണ്ട് കഴിയും. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും മരണവേദനയേക്കാൾ വലിയ വേദനയാണ് അനുഭവിക്കേണ്ടി വരിക. ഒരു നിമിഷം അവൾ മരിക്കാൻ തന്നെ ഉറച്ചു. ആ തീരുമാനത്തിൽ മനസ്സ് ശാന്തമായി. തലച്ചോറ് തണുത്തു. പേശികളും ഞരമ്പുകളും ദൃഢതയാർന്നു. പല്ലുകൾ അമർത്തി ഞെരിച്ച് ജനലഴികളിൽ മുറുകെ പിടിച്ച് ഭൂതലത്തിൻ്റെ അവ്യക്ത രൂപരേഖയിലേക്ക് വെറുപ്പോടെ നോക്കിക്കൊണ്ട് അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ ആ തീരുമാനത്തിന് നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. താൻ മരിച്ചാലും തൻ്റെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ അലയുകയായിരിക്കുമെന്ന ഓർമ്മ അവളെ നടുക്കി. അവർ അനാഥ കുഞ്ഞുങ്ങളായി ജീവിച്ചിരിക്കും. യാതനകളും സങ്കടങ്ങളും അനുഭവിക്കും. വിരൂപയായ ഒരു യജമാനൻ അവരെ ചാട്ടവാറുകൾ കൊണ്ടടിക്കും. പുലരി മുതൽ അന്തി വരെ അവർ പിച്ചപാത്രങ്ങളുമേന്തി അന്യരുടെ ദയയ്ക്ക് വേണ്ടി കെഞ്ചും. കൺമുമ്പിൽ മിന്നിമറിയുന്ന ഓരോ സ്ത്രീയും തൻ്റെ അമ്മയാണോ എന്നവർ നോക്കിക്കൊണ്ടിരിക്കും. രാത്രികാലങ്ങളിൽ പീഡിക തിണ്ണകളിൽ തണുത്തു വിറച്ചു കിടന്നവർ അമ്മയെ ഓർത്ത് തേങ്ങും. എന്നെങ്കിലും ഒരിക്കൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് തങ്ങളുടെ അമ്മയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞേക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ അവർ തന്നെ തേടി തിരിച്ചെത്തുമായിരിക്കും. ആ രംഗം കാണാമെന്ന് വിമലയ്ക്ക് തോന്നി. തൻ്റെ മക്കൾ റോഡ് വക്കിലൂടെ തന്നെ തേടി വരികയാണ്. ഏറ്റവും മുന്നിൽ അമ്മു. അവൾ കുഞ്ഞാവിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. അമൽ തെല്ലു പിറകിലാണ്. അവർ എത്തിക്കഴിഞ്ഞു. അമ്മ എവിടെ? മരിച്ചുപോയി. ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞുങ്ങൾ. ഇരുട്ടിൽ ഭയന്ന്, തണുപ്പിൽ വിറച്ച്, പോകാനിടമില്ലാതെ, തേടാൻ അഭയമില്ലാതെ നിറഞ്ഞൊഴുകുന്ന കൊച്ചു കണ്ണുകളോടെ. ഇവിടെയുണ്ട് ഞാൻ, നിങ്ങളുടെ അമ്മ, ജീവനോടെ, ഇവിടെ. വിമല അറിയാതെ ഇരുട്ടിലേക്ക് കൈ നീട്ടി. അടുത്ത ക്ഷണം അവൾ ജനാലക്കമ്പികളിൽ നെറ്റിയിടിച്ച് പൊട്ടിക്കരഞ്ഞു. എടത്തിലച്ഛന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. മനസ്സിലാധിയാണ്. ഇതുപോലൊരു പരീക്ഷണം ജീവിതത്തിലുണ്ടായിട്ടില്ല. വിമലയുടെ വാക്കുകൾ അച്ഛൻ ഓർത്തു. ശരിയാണ്. കണ്ണടച്ചാൽ 3 പിഞ്ചു കുട്ടികളുടെ കരച്ചിലാണ് നെഞ്ചിൽ മുഴങ്ങുന്നത്. മക്കളെ തേടി ഉഴറി നടക്കുന്ന ഒരമ്മയുടെ രൂപമാണ് കണ്ണിൽ തെളിയുന്നത്. ഏത് നശിച്ച നിമിഷത്തിലാണ് ആ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഇവിടെ പാർപ്പിക്കാൻ തനിക്ക് തോന്നിയത്? ഏത് ശപിക്കപ്പെട്ട മുഹൂർത്തത്തിലാണ് കുഞ്ഞച്ചൻ നല്ലവനായി എന്ന് കരുതാനും അയാളോടൊപ്പം കുട്ടികളെ അയക്കാനും തനിക്ക് തോന്നിയത്? മേശപ്പുറത്ത് പച്ച നിറത്തിൽ മങ്ങിപ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് അച്ഛൻ പരവശനായി നോക്കി. ദൈവമേ, എന്തിനിങ്ങനെയെല്ലാം സംഭവിച്ചു? മക്കളെ നഷ്ടപ്പെട്ട അമ്മയെ സമാധാനിപ്പിക്കണമേ. അവളുടെ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്ത് കൊടുക്കണമേ. അച്ഛൻ മനമുരുകി പ്രാർത്ഥിച്ചു. വിമല വല്ല കടുങ്കയും ചെയ്തേക്കുമോ? ആത്മഹത്യ ചെയ്യുമെന്നാണ് ഭീഷണി. കഠിനവ്യതയിലാണ്ടുപോയ ആ സാധു സ്ത്രീ എന്തിനും മടിക്കുകയില്ല. കുഞ്ഞുങ്ങളായിരുന്നു അവളുടെ സർവസ്വം. അവരെ നഷ്ടപ്പെട്ടിട്ട് തനിക്ക് ജീവിക്കേണ്ട എന്നവൾ തീരുമാനിച്ചാൽ? അച്ഛൻ ടോർച്ചുമെടുത്ത് പള്ളിമുറിയിൽ നിന്നും ഇറങ്ങി. നീളൻ വരാന്തയിലൂടെ നടന്നു. വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇടിമിന്നലുണ്ട്. അച്ഛൻ അഗതി മന്ദിരത്തിലെത്തി. വിമല കിടക്കുന്ന മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. വാതിൽ തുറന്നു കിടന്നിരുന്നു. അച്ഛൻ മുറിക്കുള്ളിലേക്ക് നോക്കി. വിമല അതിനുള്ളിലില്ല. ഒരു മിന്നൽ പിണർ നട്ടെല്ലിലൂടെ കടന്നുപോയി. അച്ഛൻ്റെ കാലുകൾ കുഴഞ്ഞു. ഭീതിയോടെ അച്ഛൻ വിളിച്ചു, വിമലേ. പ്രതികരണമില്ല. മത്തായിച്ചൻ ഉറക്കമായിരുന്നു. അച്ഛൻ വിളിക്കുന്നത് കേട്ട് അയാൾ ഉണർന്നു. മുറിയിലെ ലൈറ്റിട്ടു. ആരാ? ഞാനാ, വാതിൽ തുറന്നേ. മത്തായിച്ചൻ വാതിൽ തുറന്നു. വരാന്തയിൽ ടോർച്ചുമായി എടത്തിലച്ഛൻ. വിമലയെ കാണാനില്ല. വേഗം വാ. മത്തായിച്ചൻ അന്താളിച്ചു. ടോർച്ച് തെളിച്ചുകൊണ്ട് അവർ ഓർഫനേജിൻ്റെ പരിസരത്തും ആശ്രമവളപ്പിലുമെല്ലാം വിമലയെ തിരിഞ്ഞ് പരിഭ്രാന്തിയോടെ നടന്നു. മഴ നനയുന്നത് അച്ഛൻ അറിഞ്ഞില്ല. തീമഴയാണ് പെയ്യുന്നതെന്ന് തോന്നി. തീക്കനലുകളുടെ മീതെയാണ് നടക്കുന്നതെന്നും. മത്തായിച്ചൻ നനഞ്ഞ് വിറച്ച് അച്ഛൻ്റെ പിറകെ നടന്നു. നനഞ്ഞ ടോർച്ച് എത്ര ഞെക്കിയിട്ടും തെളിയാതായി. ചാപ്പലിൻ്റെ മുഖവാരത്തിലെ കുരിശ് ചാരനിറം പൂണ്ട ആകാശത്തേക്ക് കുത്തനെ ഉയർന്നു നിന്നു. ശക്തമായ ഒരു ഇടിമിന്നൽ ഭൂമിയിലെമ്പാടും വ്യാപിച്ച ഉജ്ജ്വല പ്രകാശത്തിൽ ഒരു നിമിഷത്തേക്ക് ആ കാഴ്ച അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. ചാപ്പലിൻ്റെ അടഞ്ഞ വാതിലിന് മുമ്പിൽ സിമൻറ്റ് പടികളിൽ മഴയത്ത് നനഞ്ഞൊലിച്ച് മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുന്ന സ്ത്രീരൂപം. ഓർമ്മ വെച്ച നാൾ മുതൽ ഏതൊരു ദൈവത്തിൽ താൻ അഭയം തേടുകയും പ്രതീക്ഷയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവോ, അതേ ദൈവത്തിനു മുന്നിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഒരാപത്തു വരാതിരിക്കാനും അവരെ കേടുകൂടാതെ തിരിച്ചു കിട്ടാനും വേണ്ടി ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ രൂപം. മിന്നലണഞ്ഞതോടെ ഭൂമിയിൽ ഇരുട്ട് നിറഞ്ഞു.
ആ കാഴ്ചയും മാഞ്ഞു. എടത്തിലച്ചൻ രാവിലെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. വാതിൽക്കൽ കാലച്ച കേട്ട് തിരിഞ്ഞു നോക്കി. വിമല ഒരു ഷോൾഡർ ബാഗും തൂക്കി യാത്രയ്ക്ക് ഒരുങ്ങിയ മട്ടിൽ, മരവിച്ച മുഖം. ഗുഡ് മോർണിംഗ് ഫാദർ. വേദന നിറഞ്ഞ ഒരു ചിരിയോടെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. പ്രത്യഭിവാദനം ചെയ്യാൻ അച്ഛൻ മറന്നു. രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു. അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആശ്രയം തേടി വന്ന എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അച്ഛനല്ലേ അഭയം തന്നത്. അച്ഛൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് അയാളെ വിശ്വസിച്ചു പോയി. എന്നെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, എൻ്റെ നന്മയോർത്തിട്ടല്ലേ. ഞാനൊരു ഭാഗ്യം കെട്ട അമ്മയായിപ്പോയി. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. അച്ഛൻ വിഷമിക്കേണ്ട, എൻ്റെ കുഞ്ഞുങ്ങളല്ലേ പോയത്. ഞാൻ സഹിച്ചോളാം. സാരിത്തുമ്പ് കൊണ്ട് മിഴികൾ ഒപ്പിയിട്ട് അവൾ തുടർന്നു. അച്ഛനോട് എനിക്ക് നന്ദി മാത്രമേയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി, ഒത്തിരി വിഷമിച്ചു. ഇത്രയൊക്കെ ചെയ്തു ഞാൻ മറക്കില്ല. ദുഃഖത്തിൻ്റെ ഒരു ഉരുൾപൊട്ടൽ ഹൃദയത്തിലുണ്ടായെന്ന് അച്ഛന് തോന്നി. കാഴ്ച മങ്ങിയതുപോലെ. ഞാൻ പോവുകയാണ് ഫാദർ. അവളുടെ ഒച്ചയടഞ്ഞു. അച്ഛനോട് ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഓർക്കാപ്പുറത്ത് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വിഷമം കൊണ്ടാണെന്ന് കരുതിയിട്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അവൾ പോകാൻ ഭാവിച്ചുകൊണ്ട് കണ്ണു തുടച്ചു. പിന്നെ ഇത്രയും കൂടി പറഞ്ഞു. പ്രാർത്ഥിക്കണേ എൻ്റെ പാവം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ശാപം പിടിച്ച അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഓട്ടെ. കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അവൾ ഇറങ്ങി നടന്നു പോകുന്നത് തളർച്ചയോടെ അച്ഛൻ നോക്കി നിന്നു. പിന്നെ മുഖം തിരിച്ച് അങ്ങിങ്ങ് പതറിപ്പതറി നോക്കി. നിൽക്കാൻ വയ്യെന്ന് തോന്നി. കസേരയിലിരുന്നു. കൈമിട്ടുകൾ മേശമേൽ അമർത്തി ഇരു കൈത്തലങ്ങൾ കൊണ്ട് മുഖം അമർത്തി തിരുമ്മി. കഴിഞ്ഞ രാത്രിയിൽ പച്ചനിറത്തിൽ പ്രകാശിച്ച റേഡിയം കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഏതാനും കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു. പൊരിയുന്ന വെയിലിൽ നിന്നുകൊണ്ട് വിമല ഗേറ്റിന് മീതെ കൂടി നോക്കി. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അസാമാന്യമായ ആൾത്തിരക്ക്. കാറുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗേറ്റിൽ പോലീസ് കാവലുണ്ട്. അപരിചിതരെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ലേഖയും നന്ദിനിയും കൂടി പറഞ്ഞതനുസരിച്ചാണ് വിമല എത്തിയിരിക്കുന്നത്. വിമല ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചും അവിടെ ഓടി നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? പോലീസിനും കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തിടത്ത് ഒരു സ്ത്രീ തനിച്ച് നടന്ന് എങ്ങനെ കണ്ടുപിടിക്കും 3 കുഞ്ഞുങ്ങളെ? അവരിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ എത്തിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, സർക്കാരിൻ്റെ സഹായവും ശ്രദ്ധയും പിടിച്ചു പറ്റുക. വലിയ വലിയ കുറ്റവാളികളെ സർക്കാർ പിടികൂടിയിട്ടുള്ളത് എങ്ങനെയാണ്? രാജ്യം മുഴുവൻ തെരച്ചിൽ നടത്തക്ക വിധം ടിവിയിലും പത്രമാസികകളിലും കുറ്റവാളികളെക്കുറിച്ച് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിയിട്ട് രാജ്യത്ത് എവിടെ ഒളിച്ചിരുന്നാലും അവർ കണ്ടുപിടിക്കപ്പെടുന്ന നില വന്നു. അത്ര വിപുലമായ രീതിയിൽ ഒരന്വേഷണം നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ. ആ സഹായം തേടണമെങ്കിൽ ഒറ്റയാൾ പട്ടാളം പോലെ രണ്ടും കൽപ്പിച്ചു പൊരുതണം. വിമല ആദ്യം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും IG-യെയും ഓഫീസിൽ ചെന്ന് കണ്ട് ഓരോ നിവേദനം കൊടുക്ക്. IG-യുടെ ഓഫീസിൽ ചെന്നത് വിമല ഓർത്തു. കാണാനേ കഴിഞ്ഞില്ല. അദ്ദേഹം സ്ഥലത്തില്ല. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. പരാതി വല്ലതുമാണെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയിക്കൊള്ളൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം വിദേശ പര്യടനം കഴിഞ്ഞ് നാട്ടിൽ വിമാനമിറങ്ങിയിട്ട് ഏതാനും മണിക്കൂറുകളേ ആകുന്നുള്ളൂ. യാത്രാക്ഷീണം മാറിയിട്ടില്ല. ബന്ധുമിത്രാദികളെ എല്ലാം കൺകുളിർക്ക് കണ്ടു തീർന്നിട്ടില്ല. അതിനിടയിൽ ഒരു സ്ത്രീ ആവലാതിയുമായി വന്നിരിക്കുന്നോ? പരാതി തന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറയൂ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയൂ. അത്യധികമായ മനോവേദനയോടെയാണ് വിമല ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ നിന്നും മടങ്ങിയത്. ഇനി മുഖ്യമന്ത്രി. ഖദർ ധരിച്ച ഒരാളെ കണ്ട് വിമല തൻ്റെ സങ്കടം പറഞ്ഞിരുന്നു. അയാൾ അനുഭാവപൂർവ്വം കേൾക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമോ എന്ന് നോക്കാനായി അയാൾ അകത്തേക്ക് പോയിട്ട് 2 മണിക്കൂർ കഴിയുന്നു. കത്തുന്ന വെയിലിൽ നിന്നുരുകുകയാണ് വിമല. ഒടുവിൽ അയാൾ തിരിച്ചു വരുന്നത് കാണായി. അയാൾ ഗേറ്റിനപ്പുറം വന്നു. രക്ഷയില്ല. മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുടെ ചോറൂണാ ഇന്ന്. വലിയ ആഘോഷമാ. അങ്ങോട്ടടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിവേദനം എന്നെ ഏൽപ്പിച്ചിട്ട് പോയിക്കൊള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു ദിവസം വരൂ. 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ് ഗേറ്റിന് വെളിയിൽ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ? വിമല നൈരാശ്യത്തോടും വേദനയോടും കൂടി അയാളെ നോക്കി. രക്ഷയില്ല. 1000 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും രക്ഷയില്ല. കുഞ്ഞുങ്ങൾക്ക് ഓട്ടുണ്ടോ? ഇല്ലല്ലോ. ക്രൂരമായ ആ സത്യത്തിന് മുന്നിൽ വിമല 2 നിമിഷം പതറി നിന്നു. ഞാൻ ഇനി എന്ന് വരണം? എന്നാണ് കാണാൻ സാധിക്കുക? ഖദർദാരി നെറ്റി ചുളിച്ചു. കണ്ണടച്ച് ആലോചിച്ചു. നാളെ അദ്ദേഹം ഡൽഹിക്ക് പോകും.
പിന്നെ തിരിച്ചു വരുന്നത് എന്നാണെന്ന് പറയാൻ വയ്യ. ഇടയ്ക്കിടെ വന്നു നോക്കൂ. വിമലയ്ക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. നന്ദിനിയും ലേഖയും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും IG-യെയും കണ്ട് നിവേദനം അർപ്പിക്കുന്നത് അത്ര വിഷമം പിടിച്ച കാര്യമാണെന്ന് തീരെ വിചാരിച്ചിരുന്നില്ല. ജനങ്ങൾക്കെതിരെ പ്രതിരോധിച്ച് നിലകൊള്ളുന്ന ഉരുക്കുകോട്ടയാണ് സർക്കാർ എന്ന് ബോധ്യമാവുകയാണ്. മക്കളെ കണ്ടുപിടിക്കാനുള്ള ഈ അലച്ചിലിനിടയിൽ അവസാനത്തെ ചില്ലി വരെ ചെലവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വിമലയ്ക്കൊരു രൂപവും ഉണ്ടായില്ല. ഈ ലോകമനസാക്ഷിയുടെ മുന്നിൽ ഒരമ്മയ്ക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നതും തെരുവുപട്ടിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വിമല വാടക വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞു. കൊച്ചുവർക്കിച്ചായനും ഭാര്യയും ആകാംക്ഷയോടെ വിമലയെ സമീപിച്ചു. പോയ കാര്യം എന്തായി മോളെ? വിമലയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അടർന്നു വീണു. ആരെയും കണ്ടില്ലേ? കുഞ്ഞേലിയാമ്മ ചോദിച്ചു. ഇല്ല. വിമല പാരവശ്യത്തോടെ കൈത്തലങ്ങളിൽ മുഖം താങ്ങി തേങ്ങിക്കൊണ്ടിരുന്നു. വൃദ്ധദമ്പതികൾ പരസ്പരം നോക്കി. അവരെവിടെയാ അമ്മേ? എൻ്റെ മക്കൾ എവിടെയാ? ചങ്കുപൊട്ടി മരിച്ചു പോകും ഞാൻ. കരയാതെ, അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നേ? ഇല്ല, എൻ്റെ മക്കൾ പോയി, എന്നെ വിട്ടിട്ടു പോയി. ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിപ്പിളർന്ന് കരയുന്ന ആ അമ്മയെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ രണ്ടുപേരും നിന്നു. ഒടുവിൽ വർക്കിച്ചായൻ അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. നിനക്ക് നിന്റെ മക്കളെ തിരിച്ചു കിട്ടും. ദൈവം കൊണ്ടുതരും മോളെ. ദൈവം. വിമല പൊടുന്നനെ കരച്ചിൽ നിർത്തി. അവളുടെ മുഖം മുറുകി. നിന്ദയും വെറുപ്പും പുച്ഛയും അവജ്ഞയും എല്ലാം അവളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. ദൈവം. ഭൂമിയിൽ തന്നെ അനാഥയായി സൃഷ്ടിച്ച ദൈവം. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കാത്ത ദൈവം. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ കുരുതിയെടുത്ത ദൈവം. ഒടുവിൽ തൻ്റെ സർവസ്വവുമായ 3 പൊന്നോമനകളെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ദൈവം. അതിന് കണ്ണും കാതും ഉണ്ടോ? ഹൃദയമുണ്ടോ? മനസാക്ഷിയുണ്ടോ? ചതിയും വഞ്ചനയും കാപട്യവും ക്രൂരതയും കുടിലതയും കൊണ്ട് വികൃതമായിപ്പോയ ഒരു മുഖമാണ് ദൈവത്തിൻ്റേതെന്ന് അവൾക്ക് തോന്നി. ഈ നികൃഷ്ട രൂപത്തിന് മുന്നിലാണല്ലോ താൻ തൻ്റെ കണ്ണീരും പ്രാർത്ഥനകളും പ്രത്യാശകളും സമർപ്പിച്ചിട്ടുള്ളത്. സാത്താൻ എത്ര ഭേദം. അവളുടെ വികാരവിചാരങ്ങൾ അറിഞ്ഞിട്ടെന്നോണം വർക്കിച്ചായൻ പറഞ്ഞു. മോളെ, ദൈവനിന്ദ അരുത്. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ. ദൈവം നിനക്ക് എന്തൊക്കെ തന്നു എന്ന കാര്യം നീ മറന്നുപോയി. ഭൂമിയിൽ നിനക്കൊരു ജന്മം തന്നില്ലേ? എത്രയോ അനാഥ കുഞ്ഞുങ്ങൾ വഴിവക്കിൽ മരിച്ചു കിടക്കുന്നു. നീ ജീവിച്ചില്ലേ? നിന്നെ വളർത്താനും പഠിപ്പിക്കാനും ദൈവം ആളുകളെ അയച്ചില്ലേ? നിനക്കൊരു നല്ല ചെറുപ്പക്കാരനെ കല്യാണം ചെയ്തു തന്നില്ലേ? സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം തന്നില്ലേ? 3 മക്കളെ തന്നില്ലേ? ദൈവം നിനക്ക് തന്നതിൽ നിന്ന് കുറച്ചൊക്കെ തിരിച്ചെടുത്തു. അത്രയല്ലേ ഉള്ളൂ. ഇത്രയൊക്കെ തന്ന ദൈവം നിനക്ക് നിന്റെ മക്കളെയും തിരിച്ചു തരും. അങ്ങനെ വിശ്വസിക്ക്. വിമല വിതുമ്പിക്കൊണ്ട് അയാളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തി. നീ കുഞ്ഞായിരുന്നപ്പോൾ ദൈവം നിന്റെ കയ്യിലൊരു പിച്ചപാത്രം തന്ന തെരുവിലൂടെ നിന്നെ തെണ്ടിച്ചില്ലല്ലോ. വിശപ്പടക്കാൻ വേണ്ടി നിന്നെ വേശ്യാലയത്തിലേക്ക് അയച്ചില്ലല്ലോ. ഏതെങ്കിലും ഒരു ദുഷ്ടനെ കൊണ്ട് കഴുത്ത് ഞെരിച്ച് നിന്നെ കൊല്ലിച്ചില്ലല്ലോ. ലോകത്ത് അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ മോളെ? ഇങ്ങനെ വിചാരിച്ചാൽ മതി. നിന്റെ കുഞ്ഞുങ്ങളെ മേല് ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അവരെങ്ങോട്ട് പോകുന്നു, അവരെന്തോന്ന് ചെയ്യുന്നു എന്നൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. വിമല കണ്ണും മുഖവും സാരിത്തുമ്പ് കൊണ്ട് അമർത്തി തുടച്ചു. എണീറ്റു വാ, വന്നു വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. കുഞ്ഞേലിയാമ്മ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ തന്നെ അവൾക്ക് വിളമ്പിക്കൊടുത്തു. നിർബന്ധിച്ച് അവളെക്കൊണ്ട് ആഹാരം കഴിപ്പിച്ചു. വിശപ്പില്ല, ഭക്ഷണത്തിന് രുചിയില്ല, വായ്ക്കുള്ളിൽ നിറയെ കയ്പാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വല്ലതും കഴിച്ചുവോ? വിശന്നിരിക്കുകയാണോ? ജീവനോടെ ഉണ്ടോ അവർ? ഇതൊക്കെ ഓർക്കുമ്പോൾ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്നാലും ദൈവാധീനം തീരെ നഷ്ടമായിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. തകർച്ചയുടെ കാൽച്ചുവട്ടിൽ പോലും തനിക്കൊരഭയം ഉണ്ടായല്ലോ. വൃദ്ധരായ ഈ ദമ്പതികൾ ഒരു മകളെപ്പോലെയാണ് തന്നെ കരുതുന്നത്. ഇവരുടെ ആശ്വാസവചനങ്ങളും സാമീപ്യവും ഇല്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ തകർന്നു പോകുമായിരുന്നു. ജോലിക്ക് പോകുന്നില്ല, ശമ്പളമില്ല. കുഞ്ഞുങ്ങളെ തേടിയുള്ള അലച്ചിലിനിടയിൽ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. വർക്കിച്ചായൻ പറഞ്ഞത് വിമല ഓർത്തു. വാടക എങ്ങനെ തരുമെന്നോർത്ത് മോള് വിഷമിക്കേണ്ട. നിന്റെ സങ്കടം ഞങ്ങൾക്കറിയാം. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾക്കൊന്നും തരേണ്ട. നിനക്ക് മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ പകരം ഒരപ്പനെയും അമ്മയെയും കിട്ടിയെന്ന് കരുതിയാൽ മതി. അവർക്കുമുണ്ട് ദുഃഖം. ഈ വീട്ടിനുള്ളിൽ കുഞ്ഞുങ്ങൾ കളിച്ചു ചിരിച്ച് ഓടി നടക്കുന്നത് കാണാനും അവരെ ലാളിക്കാനും കൊതിച്ചിരുന്ന അവർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടെന്ന അറിവ് ഒരു ഷോക്കായിരുന്നു. വർക്കിച്ചായൻ ഇപ്പോഴും പറയും, നിന്ന നിൽപ്പിൽ 3 മക്കളെ ഇല്ലാണ്ടാവുകയേ.
എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ മോളെ. വിമല ഊണ് മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി മുറിയിൽ ചെന്ന് കിടന്നു. ഉറങ്ങിയ നാൾ മറന്നു. എങ്ങനെ ഉറങ്ങാൻ കഴിയും? തൻ്റെ മക്കൾ എവിടെയാണ്? ആ നീചൻ അവരെയും കൊണ്ട് എവിടെ മറഞ്ഞു? ആരോട് ചോദിക്കും? ഭൂമിയിൽ തന്നോട് ഉത്തരവാദിത്തമുള്ള ഒരേയൊരാൾ എമ്മാനുവലച്ചനായിരുന്നു. അച്ഛൻ മരിച്ചു. ഹൃദയസ്തംഭനമായിരുന്നത്രേ. തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ അതേ രാത്രിയിൽ തന്നെ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുനാളിൽ ബൈബിളിലെ ഓരോ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് വെള്ളിത്താടിയും തടവി വൃദ്ധനായ മാലാഖയെപ്പോലെ തൻ്റെ കയ്യും പിടിച്ച് ആശ്രമവളപ്പിലൂടെ നടന്നിരുന്നത് വിമല ഓർത്തു. അദ്ദേഹമാണ് വളർത്തിയത്, പഠിപ്പിച്ചത്. പാപവും പുണ്യവും എന്താണെന്ന് പറഞ്ഞു തന്നത്, ഒരു ജീവിതം നേടിത്തന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയിൽ, ഒരു തലോടലിൽ, ഒരാശ്വാസവാക്കിൽ, നീണ്ട ലോഹയുടെ കീശയിൽ നിന്ന് എടുത്തു തരുന്ന ഒരു മിഠായിയിൽ അനാഥത്വത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞു പോകുമായിരുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ അക്ഷയ ഖനിയായിരുന്നു ആ ഹൃദയം. അത് എന്നേക്കുമായി നിലച്ചു. ഇനി എമ്മാനുവലച്ചനില്ല. ആ മുഖം ഒരിക്കലും കാണാനൊക്കുകയില്ല. എന്നാലും അച്ഛൻ്റെ ആത്മാവ് തന്നോടൊപ്പം തൻ്റെ കുഞ്ഞുങ്ങളെ തേടി ഭൂമിയിൽ അലയുകയാണ്. ശാന്തിയില്ലാതെ. വിമല പുതപ്പിനറ്റം കൊണ്ട് മിഴുനീർ തുടച്ചു. ലൈറ്റണച്ച് ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു. എല്ലാ രാത്രിയിലെയും പോലെ അവളുടെ മനസ്സ് കുഞ്ഞുങ്ങളെ തേടി ഉഴറി. മനക്കണ്ണിൽ കാണായി മഹാനഗരങ്ങൾ, തിരക്കേറിയ ഗലികൾ, ചേരികൾ, വിജനവീഥികൾ, ഒറ്റയടിപ്പാതകൾ. എവിടെയെങ്കിലും ഉണ്ടോ തൻ്റെ കുഞ്ഞുങ്ങൾ? കാണാനില്ല. DYSP ജയശങ്കറിൻ്റെ ഓഫീസിന് മുന്നിൽ വിമല ശങ്കിച്ചു നിന്നു. ജയശങ്കർ അകത്ത് ആരോടോ സംസാരിക്കുകയാണ്. സംഭാഷണം കേൾക്കാം. ക്ഷോഭിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നി. വിമല ഇത് 3-ാം വട്ടമാണ് ജയശങ്കറെ കാണാൻ വരുന്നത്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയെന്ന നിലയിൽ അങ്ങേയറ്റ അനുഭാവത്തോടെയാണ് ജയശങ്കർ വിമലയോട് പെരുമാറിയത്. വിമലയുടെ കേസിൽ ജയശങ്കർ പ്രത്യേക ശുഷ്കാന്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അകത്തിരിക്കുന്ന ആൾ ഇറങ്ങിയാൽ ഉടനെ കയറിക്കോ, ഒരു കോൺസ്റ്റബിൾ വിമലയെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിമലയുടെ കേസ് അവിടെ എല്ലാവർക്കും അറിയാം. DYSP കേസിലെടുത്തിട്ടുള്ള പ്രത്യേക താല്പര്യവും അറിയാം. അതിനാൽ വിമലയ്ക്ക് അവിടെ മെച്ചപ്പെട്ട പരിഗണനയും സഹാനുഭൂതിയും ലഭിച്ചിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന 2 പേർ ഇറങ്ങിപ്പോയി. കോൺസ്റ്റബിൾ അകത്ത് കയറി വിമല വന്ന വിവരം അറിയിച്ചു. വിമലയ്ക്ക് അകത്തേക്ക് ചെല്ലാൻ അനുവാദം കിട്ടി. ജയശങ്കറിൻ്റെ മുഖത്ത് പതിവിലധികം ഗൗരവം. വിമല ഇരിക്ക്. അവൾ കസേരയുടെ അരികിലിരുന്നു. സാർ, എന്തെങ്കിലും വിവരം? ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഈ കേസിൽ ഒട്ടും അലംഭാവം കാണിക്കുന്നില്ലെന്ന് വിമല മനസ്സിലാക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഓർഫനേജിലും വിമലയുടെ നാട്ടിലും ഞാൻ തന്നെ നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിമല ഇപ്പോൾ പോയിക്കൊള്ളൂ. ജയശങ്കർ അല്പം നീരസത്തിലാണെന്ന് തോന്നി. ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. വിമല വല്ലായ്മയോടെ എഴുന്നേറ്റു. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞില്ലേ, ഐ ഷാൾ ട്രൈ മൈ ബെസ്റ്റ്. വിമല ഇപ്പോൾ എവിടെയാ താമസം? കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നിട്ട് പോ. വിമല താൻ താമസിക്കുന്ന വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ജയശങ്കർ അത് കുറിച്ചെടുത്തു. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിച്ചു കൊള്ളാം. കൂടെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ശരി സാർ, ഇറ്റ്സ് ഓക്കെ, സീ യു. വിമല തിരിച്ചു പോന്നു. 2 ദിവസം കഴിഞ്ഞ് രാവിലെ വിമലയ്ക്കൊരു ഫോൺ കോൾ. വർക്കിച്ചായനാണ് വന്നു പറഞ്ഞത്. DYSPയുടെ ഓഫീസിൽ നിന്നാണ് വിമലയെ വിളിക്കാൻ പറഞ്ഞു. വിമല വേഗം ചെന്ന് റിസീവർ എടുത്തു. ഹലോ DYSP ജയശങ്കർ, വിമലയല്ലേ? അതെ. നിങ്ങളുടെ ഇളയ കുഞ്ഞിന് എന്ത് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്? വിമലയുടെ നെഞ്ചിടിപ്പേറി. 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് പ്രായം വരുന്ന ഒരു കുഞ്ഞിനെ സംശയകരമായ സാഹചര്യത്തിൽ ഒരു നാടോടി സ്ത്രീയോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടം വരെ ഒന്ന് വരിക. വിമലയുടെ നെഞ്ചിടിപ്പ് നിലച്ചതുപോലെയായി. ലൈൻ മുറിഞ്ഞു. ദൈവമേ, കുഞ്ഞുവാവയാണോ അത്? പുറത്തേക്ക് പായുന്നതിനിടയിൽ വർക്കിച്ചായൻ എന്തോ പറഞ്ഞത് അവൾ കേട്ടില്ല. ആദ്യം കണ്ട ഓട്ടോ പിടിച്ചു. DYSP ഓഫീസ്. ഓട്ടോറിക്ഷയ്ക്ക് വേഗത തീരെയില്ലെന്ന് തോന്നി. വേഗം വരൂ, വേഗം. അവൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഓട്ടോ ജയശങ്കറിൻ്റെ ഓഫീസിന് മുന്നിലെത്തി. അവൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ജയശങ്കർ. വാ പോകാം. റെസ്ക്യൂ ഷെൽട്ടറിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. ജയശങ്കർ വിമലയെയും കൂട്ടി ജീപ്പിൽ കയറി. ജീപ്പ് നീങ്ങി. വിമലയുടെ കുട്ടി എങ്ങനെ വെളുത്തിട്ടാണോ? അതെ, മുടി ചുരുണ്ടതാണ്. ഞങ്ങൾ കണ്ടെത്തിയ കുട്ടിയുടെ ലക്ഷണവും ഇതൊക്കെ തന്നെ. ആന്ധ്രാക്കാരിയായ ഒരു സ്ത്രീയോടൊപ്പമാണ് കിട്ടിയത്. കുട്ടിയെ അവൾ തട്ടിയെടുത്തതാണെന്ന് ഉറപ്പായി. ചോദ്യം ചെയ്തിട്ട് ഒന്നും പറയുന്നില്ല. വിമലയ്ക്ക് നെഞ്ചു പൊട്ടിപ്പോകുമെന്ന് തോന്നി.
അത് കുഞ്ഞുവാവയാണെങ്കിൽ അമ്മുവും അമലും എവിടെ? ദൈവമേ, അത് കുഞ്ഞുവാവയായിരിക്കണേ. ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിൽ. കുഞ്ഞിൻ്റെ പേരെന്താ? വിമൽ. കുഞ്ഞുവാവയെന്ന് വിളിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും വ്യക്തമല്ല. അമ്മ, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. വിമല ചുട്ടുപഴുത്ത് കമ്പിയിൽ മുറുകെ പിടിച്ച് ഞെരിച്ച് നെരിപ്പോടിന് മീതെ എന്നവണ്ണം ഇരുന്നു. റെസ്ക്യൂ ഷെൽട്ടറിൻ്റെ മുമ്പിൽ ജീപ്പ് നിന്നു. ജയശങ്കറും വിമലയും ഇറങ്ങി. കമോൺ. ജയശങ്കർ അവളെ അകത്തേക്ക് ആനയിച്ചു. റെസ്ക്യൂ ഷെൽട്ടറിൻ്റെ വരാന്തിയിൽ മുടി ചീകിക്കൊണ്ടിരിക്കുന്ന 2 സ്ത്രീകൾ DYSPയെ കണ്ട് പിടഞ്ഞെഴുന്നേറ്റു. മുറിക്കുള്ളിലും ഏതാനും സ്ത്രീകളിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു മുറിക്ക് മുന്നിൽ കാവൽ നിന്ന 2 വനിതാ പോലീസുകാർ ആദരവോടെ ഒതുങ്ങി നിന്നു. മുറി തുറക്ക്, ജയശങ്കർ ആജ്ഞാപിച്ചു. വനിതാ പോലീസുകാരിൽ ഒരാൾ മുറി തുറന്നു. കയറി നോക്കിക്കൊള്ളൂ, ജയശങ്കർ വിമലയോട് പറഞ്ഞു. വിമലയ്ക്ക് കാലുകൾ കുഴയുന്നത് പോലെ തോന്നി. ശ്വാസം അടക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു സ്ത്രീ 2 കൈകളും കൊണ്ട് തല ചൊറിഞ്ഞ് സിമൻറ്റ് ഭിത്തിയിൽ ചാരി ഇരിപ്പുണ്ട്. വിമലയെ കണ്ടതും അവർ ചൊറിയുന്നത് നിർത്തി. തലയിൽ നിന്ന് കൈയെടുക്കാതെ മുഖം അല്പം ചെരിച്ച് വിമലയെ നോക്കി. മുറിക്കുള്ളിൽ മങ്ങിയ വെളിച്ചമേയുള്ളൂ. 2 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി അടഞ്ഞ ജനാലയ്ക്കടുത്ത് എന്തി വലിഞ്ഞു നിന്ന് അതിൻ്റെ കൊളുത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേഹത്തെ എല്ലാ പേശികളും എല്ലാ ഞരമ്പുകളും ഇപ്പോൾ വലിഞ്ഞു പൊട്ടുമെന്ന നിലയിലായിരുന്നു വിമല. കുഞ്ഞ് ജനലിന് അഭിമുഖമായി നിൽക്കുന്നതിനാൽ മുഖം കാണാൻ വയ്യ. അത് കുഞ്ഞുവാവ തന്നെയല്ലേ? അതേ മുടി, അതേ നിറം, അതേ നിൽപ്പ്. വണ്ണവും ഉയരവും ഒന്നും വ്യത്യാസമില്ല. വിമല ഒരു സ്വപ്നത്തിലെന്ന പോലെ കുഞ്ഞിൻ്റെ നേർക്ക് നീങ്ങി. മോനെ, അവളുടെ വിളിയച്ച മുറിയിൽ ചിലമ്പി. വിമല കുഞ്ഞിൻ്റെ തൊട്ടു പിന്നിലെത്തിയിരുന്നു. അവൾ അവനെ വാരിയെടുക്കാൻ ഭാവിക്കുകയായിരുന്നു. കുഞ്ഞ് ഈ അപരിചിത സ്വരം കേട്ട് മുഖം തിരിച്ചു. കുഞ്ഞിനെ എടുക്കാൻ നീട്ടിയ കൈകൾ വിമല നടുക്കത്തോടെ പിൻവലിച്ചു. കുഞ്ഞ് അമ്പരപ്പോടെ അവളെ തന്നെ നോക്കുകയായിരുന്നു. വിമല സ്തബ്ധയായി അങ്ങനെ തന്നെ നിന്നു. പൊട്ടിക്കരിഞ്ഞ് പോയേക്കുമെന്ന് അവൾക്ക് തോന്നി. ഒരേങ്ങലോടെ അവൾ പുറത്തേക്ക് ഓടി. DYSP ജയശങ്കർ ചെല്ലുമ്പോൾ വിമല ജീപ്പിൻ്റെ മുൻസീറ്റിലേക്ക് മുഖമർപ്പിച്ചിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. അയാളും ജീപ്പിൽ കയറി. വിമലയുടെ കുഞ്ഞല്ല അത്, അല്ലേ? വിമലയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. ജീപ്പ് നീങ്ങി. ജീപ്പ് ഓടിക്കൊണ്ടിരുന്ന നേരം അത്രയും വിമല അതിനുള്ളിലിരുന്ന് വിങ്ങി പൊട്ടുകയായിരുന്നു. ജയശങ്കറിന് വിഷമം തോന്നി. അവസാന നിമിഷം വരെ ഇവൾ വിചാരിച്ചിരിക്കണം അത് തൻ്റെ കുഞ്ഞാണെന്ന്. അല്ലെന്നറിഞ്ഞപ്പോഴത്തെ ഷോക്ക് താങ്ങാൻ സാധിച്ചിരിക്കില്ല. വിമലയെ അവളുടെ വാടക വീട്ടിൽ എത്തിച്ച ശേഷമാണ് DYSP ജയശങ്കർ മടങ്ങിയത്. തണൽ മരങ്ങൾക്ക് കീഴിൽ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ നന്ദിനി പറഞ്ഞു, പോലീസ് ഇപ്പോഴെത്തിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു ഫലവുമില്ല. വിമല മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടിക്കൊണ്ടേയിരിക്കുക. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയെങ്കിലും കാണാൻ ശ്രമിക്കണം. അദ്ദേഹം വിചാരിച്ചാലും ഈ കേസിൻ്റെ മേൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മഹിളാ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഇല്ലേ? അവരെയെല്ലാം ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കണം. നാനാഭാഗത്തു നിന്നും ഒരുപോലെ സമ്മർദ്ദമുണ്ടായാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് വരും. എൻ്റെ കയ്യിൽ ചില്ലി കാശില്ല നന്ദിനി, വിമല വല്ലായ്മയോടെ പറഞ്ഞു. താമസിക്കുന്ന വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കുറച്ച് രൂപ വേണമെങ്കിൽ ഞാൻ വായ്പയായിട്ട് തരാം. നന്ദിനിയോട് വായ്പ വാങ്ങിയ പണം കൊണ്ടാണ് വിമല പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയത്. അദ്ദേഹത്തെ നേരിൽ കാണാനും സങ്കടങ്ങൾ പറയാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. 3 മക്കളും ഒറ്റയടിക്ക് മിസ്സായി പോവാന്ന് വെച്ചാൽ കുറച്ച് കഷ്ടം തന്നെ. അദ്ദേഹം സഹാനുഭൂതിയോടെ അവളോട് പറഞ്ഞു. ഏതായാലും കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് തീർച്ചയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അവർ മരിച്ചുവെന്നുറപ്പായാൽ അവരെ 3 പേരെയും പാർട്ടിയുടെ രക്തസാക്ഷികളാക്കിക്കൊണ്ട് ഈ നാടിന് ഞങ്ങൾ കിടിലം കൊള്ളിക്കും. ഇപ്പോൾ തന്നെ ആടിയുലഞ്ഞു നിൽക്കുന്ന ഈ സർക്കാരിനെ മറിച്ചിടുകയും ചെയ്യും. അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ചുള്ള വിചാരം വരുത്തി തീർത്ത പ്രതീക്ഷയോടെ അദ്ദേഹം വിമലയെ നോക്കി. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഭരണമണ്ഡലം. ഈ ഭരണം നിലനിന്നാൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരുടെ തന്നെ ജീവനും സ്വത്തിനും ആപത്തായി തീരും. രാജ്യത്തെ ക്രമസമാധാന നില തകർന്നതിൻ്റെ ഒന്നാന്തരം തെളിവല്ലേ പട്ടാപ്പകൽ 3 കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത്? വിമല കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ മടങ്ങി. ഒരു സമ്മേളന സ്ഥലത്ത് വെച്ചാണ് മഹിളാ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ചില വനിതകളെ കണ്ടത്. ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ഒരു മഹിളാ സമ്മേളനത്തിൽ ആതിഥ്യം വഹിക്കാനെത്തിയിട്ടുണ്ടെന്നറിഞ്ഞാണ് വിമല അവിടെ പോയത് തന്നെ. കൂട്ടിന് നന്ദിനിയും ഉണ്ടായിരുന്നു. ചില സാമൂഹിക സംഘടനകളുടെയും മഹിളാ പ്രസ്ഥാനങ്ങളുടെയും നേതൃനിരയിലുള്ളവർ പ്രസംഗിക്കാനും ഉണ്ടായിരുന്നു. സമ്മേളനം കഴിയും വരെ വിമലയും നന്ദിനിയും കാത്തുനിന്നു. അവരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ
വിമലയ്ക്ക് വളരെ പ്രതീക്ഷയുണ്ടായി. വിമലയുടെ സങ്കടം കേട്ട് കഴിഞ്ഞപ്പോൾ പരിസ്ഥിതിവാദിയും മരങ്ങൾക്കും മൃഗങ്ങൾക്കും വേണ്ടി കണ്ണീരൊടുക്കുന്നവളുമായ ഒരു സ്ത്രീ കൈമലർത്തി. ഇതിലെനിക്കൊന്നും ചെയ്യാനില്ല. മരം മുറിക്കുകയോ മൃഗങ്ങളെ പീഡിപ്പിക്കുകയോ മറ്റോ ആയിരുന്നെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയ കേസല്ലേ? രാജ്യത്ത് ദിനംപ്രതി എത്രയോ പേർ തട്ടിയെടുക്കപ്പെടുന്നു. അതെല്ലാം അന്വേഷിക്കേണ്ട ജോലി പോലീസിൻ്റേതാണ്. സ്ത്രീപീഡനത്തിനെതിരെ ആഞ്ഞടിക്കുന്ന മഹിളാ സംഘടനയുടെ പ്രതിനിധി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇത് യൂണിസെഫ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. ഏതായാലും ഞങ്ങളുടെ വകുപ്പിൽ പെട്ടതല്ല. നോവൽ നാളെ തുടരും.